ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആപ്പിൾ ഐഫോണിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ അൺഹൈഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആപ്പിളിൻ്റെ പേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ കാണാൻ പറ്റില്ല. ഇനി ഹൈഡ് ചെയ്തിട്ടുള്ള ആപ്പ് അൺഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ആപ്പുള്ള ലാസ്റ്റ് പേജിലോട്ട് പോവുക, എന്നിട്ട് വീണ്ടും റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആപ്പ് ലൈബ്രറിയിൽ എത്തുന്നതായിരിക്കും. ആപ്പ് ലൈബ്രറിയിൽ നിന്ന് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഹിഡൻ എന്നുള്ള ഒരു സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം അതിലേതൊക്കെ ആപ്പുകളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്താൽ മാത്രമേ ഈ ആപ്പുകൾ കാണാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഹിഡൻ എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫേസ് ഐ ഡി വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ കൺഫേം ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം വാട്സപ്പ് ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഇത് അൺഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൽ പതുക്കൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് വരും. വരുന്ന ഉടനെ തന്നെ അതിൽ നിന്ന് ലീവ് ചെയ്യുക. ലീവ് ചെയ്താൽ ഡോണ്ട് റിക്വയർ ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പാസ്കോഡ് ഒന്നും കൂടി അടിക്കാൻ പറയുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് ഐ ഡി വെച്ചിട്ട് കൺഫേം ചെയ്താലും മതി. അത് ക്ലിക്ക് ചെയ്താൽ തന്നെ ഈ ഒരു ഹിഡൻ ഫോൾഡറിൽ നിന്ന് ആ ഒരു ഇത് പോകുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ആപ്പ് സെക്ഷനിൽ നമുക്ക് ആ ഒരു ആപ്പ് കാണാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഇനി ആ ഒരു ആപ്പ് സെക്ഷനിലോട്ടും കൂടി ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ലൈബ്രറിയിൽ ആ ഒരു ആപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇവിടെയാണ് ആ ഒരു ആപ്പ് കിടക്കുന്നത്. ഇപ്പം ആ ഒരു ആപ്പ് നമുക്ക് നമ്മുടെ ആപ്പ് സെക്ഷനിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നീക്കുക. നീക്കുമ്പോൾ ഈ ഒരു ആപ്പിളുടെ പേജിലോട്ട് പോകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അത് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഹൈഡ് ചെയ്തിട്ടുള്ള ആപ്പ് അൺഹൈഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ ഹൈഡ് ചെയ്തിട്ടുള്ള ആപ്സ് അൺഹൈഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.